ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇന്ന് വന്നിരിക്കുന്നത് USCMA എന്നൊരു കോഴ്സ് പരിചയപ്പെടുത്താനാണ്. സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. US-ൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനീസിലോ വിദേശത്തോ ജോലി സാധ്യത ലഭിക്കുന്ന ഒരു കോഴ്സാണ്. ഇത് ആർക്കാണ് ഐഡിയൽ എന്ന് ചോദിച്ചാൽ BCom ഫൈനൽ ഇയർ ചെയ്യുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ BCom കഴിഞ്ഞവർക്കാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ഒരു PGക്ക് നമുക്ക് നാട്ടിൽ ഒരു 2 ലക്ഷം 2.5 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ടെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ നമുക്ക് ഈ ഒരു കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCom ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ PGയുടെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ അതോറിറ്റീസിന് അടയ്ക്കുന്ന കാശ് പ്ലസ് കോച്ചിങ് ഫീസ് 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ +2 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ എലിജിബിൾ ആവും. എക്സാം നമുക്ക് +2 പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കോച്ചിങ് എടുത്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അതേസമയം ഈ സർട്ടിഫിക്കേഷൻ നമുക്ക് അവാർഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സാം പാസ്സായിട്ടുണ്ടാവണം. 2 പാർട്ട് എക്സാം പാസ്സാവണം, 2 വർഷത്തെ റെലവൻറ്റ് എക്സ്പീരിയൻസ് വേണം, ഡിഗ്രിയും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. ഓക്കെ, എക്സാംസിന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 അവേഴ്സിന്റെ 2 പാർട്ടായിട്ടാണ് ഈ എക്സാം നടത്തുക. അതിൽ ഓരോ പാർട്ടിലും 100 MCQs ഉണ്ടാവും, പിന്നെ 2 essays ഉണ്ടാവും. MCQസിന്റെ അകത്ത് നിന്ന് 50% സ്കോർ ചെയ്ത് കഴിയുമ്പോഴാണ് എസ്സേയുടെ വിൻഡോ ഓപ്പൺ ആയി വരിക ഓരോ പാർട്ടിലും. അതുപോലെ തന്നെ പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45 to 50% ആണ് ഗ്ലോബൽ പാസ് പെർസെൻറ്റേജ് കാണുന്നത്. സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കാവുന്നതാണ്. പാർട്ട് 1 എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പ്ലാനിംഗ് ആൻഡ് ബജറ്റിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾസ്, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് എന്നീ സബ്ജക്ട്സ് ആണ് കവേർഡ് ആയിട്ടുള്ളത്. പാർട്ട് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, കോർപ്പറേറ്റ് ഫൈനാൻസ്, ബിസിനസ് ഡിസിഷൻ അനാലിസിസ്, എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഇത്രയും സബ്ജക്ട്സ് ആണ് പാർട്ട് 2-ൽ കവേർഡ് ആയിട്ടുള്ളത്. ഇതിന്റെ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന്റെ എക്സാമിന്റെ ഫീസ് മാത്രമാണ്. സ്റ്റുഡന്റ് പാത്വേ ഉണ്ട്, പ്രൊഫഷണൽ പാത്വേ ഉണ്ട്. ഞാൻ സ്റ്റുഡന്റ് പാത്വേ പറ്റി പറഞ്ഞാണ് തുടങ്ങിയത്. അതേസമയം ഇത് പ്രൊഫഷണൽസിനും ചെയ്യാം. ഏത് ടൈപ്പ് പ്രൊഫഷണൽസിനാണ് ഇത് ഐഡിയൽ ആയിട്ട് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് നമ്മൾ ഈ ജോലി ചെയ്യുന്നു, അതേസമയം നമുക്കൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് നമുക്ക് പ്രൊമോഷന് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് കോസ്റ്റ് ഒരു 50,000 രൂപയും കൂടി ഇന്ത്യൻ റുപ്പീസിൽ കൂടുതൽ അടയ്ക്കേണ്ടി വരും എക്സാം ഫീസായിട്ട്. കോച്ചിങ് ഫീസ് സിമിലർ ആയിരിക്കും. ഓക്കെ, പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2026 ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2027 കൂടി എക്സാം കംപ്ലീറ്റ് ചെയ്യാം. 2028 റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസും കംപ്ലീറ്റ് ചെയ്യാം. ഇത് BCom ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ജോലിയുടെ കൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2026 കഴിഞ്ഞ് ജോലിയുടെ കൂടെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് 2028 കൂടി സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുക. ഓക്കെ, പിന്നെ സ്റ്റാർട്ടിംഗ് സാലറി നോക്കിക്കഴിഞ്ഞാൽ 5 to 6 lakhs വരെ കിട്ടുന്നുണ്ട്. പിന്നെ 10 to 16 lakhs ആണ് മിഡ് ലെവലിലുള്ള സാലറി. 25 lakhs പ്ലസ് ആണ് സീനിയർ മാനേജ്മെന്റിന് കിട്ടുക. ഈ സാലറീസ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റി ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും, ഫൈനാൻസ് മാനേജർ വരെ ആവാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ പാത്വേ മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ നോളജ്, സ്കിൽസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, എക്സ്പീരിയൻസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പല അവന്യൂസ് ഇത് ഓപ്പൺ ചെയ്ത് തരും. ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. നമ്മൾ നേരത്തെ പാർട്സ് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് പല മേഖലകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോകാം. പക്ഷേ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, ഫൈനാൻസ് മാനേജർ ആവാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ആവാം, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരെ ആകാൻ സാധിക്കുന്നതാണ്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ. ഞാൻ ഇനിയും ഇത്തരം വീഡിയോസുമായി വരുന്നതാണ്. താങ്ക് യു.